വോട്ടർ പട്ടിക സിപിഎമ്മിന് ചോർത്തിക്കൊടുത്തവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM A സലാം മലപ്പുറത്ത് പറഞ്ഞു. വോട്ടർ പട്ടിക സിപിഎമ്മിന് ചോർത്തിക്കൊടുത്തവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM A സലാം മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ഏതാണ്ട് എല്ലായിടത്തും CPM ഓഫീസുകളിൽ അവരുടെ ലോക്കൽ കമ്മിറ്റിയിലും ബ്രാഞ്ച് കമ്മിറ്റിയിലും ഒക്കെ കരട് വോട്ടർ പട്ടികയുടെ ഡ്രാഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. കേരളം അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, പത്രങ്ങളിൽ വന്നു, ചാനലുകളിൽ വന്നു. അപ്പോൾ ഇത് ഒരിക്കലും പുറത്തു പോകാൻ പാടില്ലാത്തൊരു രേഖയാണ്. ആ രേഖ ഭരിക്കുന്ന കക്ഷിയുടെ ഓഫീസുകളിലും പ്രവർത്തകർക്കും ലഭിക്കുകയും അത് പ്രസിദ്ധീകരിക്കാതെ നീട്ടിക്കൊണ്ടുപോയി മറ്റു പാർട്ടികൾക്ക് വോട്ടർ പട്ടികയിൽ ആളെ ചേർക്കാനുള്ള അവസരം നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ഇത് വോട്ടർമാരുടെ അവകാശ ലംഘനമാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് അനിശ്ചിതമായി നീണ്ടുപോവുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും പകർപ്പ് നൽകിയിട്ടില്ല. CPM കമ്മിറ്റികൾക്ക് കരട് പട്ടികയുടെ പകർപ്പ് നൽകുന്നുണ്ട്. വോട്ടർ പട്ടിക പകർപ്പ് നൽകാത്തത് മറ്റു പാർട്ടിക്ക് വോട്ടർ പട്ടികയിൽ ആളെ ചേർക്കാനുള്ള അവസരം നിഷേധിക്കലാണ്. വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി വേണം. ലീഗും UDF-ഉം നിയമ നടപടി ആലോചിക്കുന്നുണ്ടെന്നും PM A സലാം പറഞ്ഞു. സ്കൂൾ സമയമാറ്റം ചർച്ച തുടങ്ങും മുൻപേ തീരുമാനം പ്രഖ്യാപിച്ചത് ശരിയല്ല. പറയാനുള്ളത് കേട്ടു മനസ്സിലാക്കിയ ശേഷം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച ശേഷം നടത്തുന്ന ചർച്ചയ്ക്ക് പോകണോ എന്ന് സംഘടനകൾ തീരുമാനിക്കട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു. ചൂരൽമല ദുരന്തത്തിൽപ്പെട്ടവർക്ക് വീട് വയ്ക്കാൻ ലീഗ് ഫണ്ട് സ്വരൂപിച്ചത് സതുദ്ദേശത്തോടെയാണ്. 5 വ്യക്തിയിൽ നിന്നാണ് ഭൂമി വാങ്ങിയത്. തോട്ടഭൂമിയാണെന്ന് ഇപ്പോൾ പറയുന്നവർ അതിന്റെ ഔദ്യോഗിക തീരുമാനം വന്ന ശേഷം ആരോപണം ഉന്നയിച്ചാൽ പോരെയെന്നും അദ്ദേഹം ചോദിച്ചു. ഇത് തോട്ടഭൂമിയാണ് എന്ന് ഇപ്പൊ പറയുന്ന ആളുകൾ അതൊന്ന് പരിശോധിച്ച് അത് സംബന്ധിച്ച തീരുമാനം വന്നിട്ട് എടുത്തിട്ടാ പോരെ എന്നേ ചോദിക്കാനുള്ളൂ. ഏത് ഭൂമിയെ കുറിച്ചും ആര് പരാതി കൊടുത്താലും അതിൻ്റെ ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥൻ നോട്ടീസ് അയക്കും. ഇതല്ല എന്ന് തെളിയിക്കാനുള്ള ബാധ്യത ഉടമസ്ഥനാണ്. ഞങ്ങൾക്കും വില്ലേജ് ഓഫീസർ നോട്ടീസ് അയച്ചു, ഒരാൾ പരാതി കൊടുത്തതുകൊണ്ട്. ആ നോട്ടീസിന് ഞങ്ങളുടെ രേഖകൾ ഹാജരാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ തോട്ടഭൂമിയിലാണ് വാങ്ങിയതെന്ന് ആ നോട്ടീസിലില്ല. നിയമവിരുദ്ധമായാണ് പ്രവർത്തിച്ചതെന്ന് ആ നോട്ടീസിലില്ല. ഞങ്ങളുടെ ഭാഗം ശരിയാണ് എന്ന് തെളിയിക്കാനുള്ള റെക്കോർഡ് ഹാജരാക്കണം. അത് ഹാജരാക്കി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. 11.22 ഏക്കർ ഭൂമിയാണ് ലീഗ് വാങ്ങിയത്. ഇപ്പോൾ വാങ്ങിയ ഭൂമി വീട് വയ്ക്കാൻ 100% യോജ്യമാണ്. റവന്യൂ വകുപ്പിന് വേണമെങ്കിൽ പദ്ധതിക്ക് തടസ്സങ്ങളുണ്ടാക്കാം. രാഷ്ട്രീയമായ പകപോക്കലിന് വയനാട് സഹായ പദ്ധതിയെ സർക്കാർ ഉപയോഗിക്കുകയാണ്. മുട്ടിൽ മേൽപ്പടി പാതയോരത്ത് വിപണി മൂല്യമുള്ള സ്ഥലമാണ് വീടുകൾ നിർമ്മിക്കാൻ ലീഗ് വാങ്ങിയതെന്നും PM A സലാം പറഞ്ഞു. മലബാർ ടൈംസ്, മലപ്പുറം. സഹാറ ഗോൾഡൻ ഡയമണ്ട്സ്, കോട്ടപ്പടി, മലപ്പുറം. ഫോൺ 9744 912 916.